ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാരൻ്റെ കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറി കൂടിയാണ്. അതായത് ഇന്ത്യക്ക് 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. നമ്മളുടെ ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് വന്നിരിക്കുന്നത് അതിഷി മർലീനയാണ്. ആം ആദ്മി പാർട്ടി നേതാവാണ് അതിഷി മർലീന സിംഗ് എന്ന് പറയുന്നത്. അതിഷി മർലീന റീപ്ലേസ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭഗവന്ത് മാൻ ആണ്. നമ്മൾ പറഞ്ഞു, പൂർണ്ണമായും ഒരു സംസ്ഥാന പദവി ഇല്ലാത്ത ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി എന്ന് പറയുന്നത്. ഈ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് അതിഷി മർലീന വന്നിരിക്കുന്നത്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേനയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി മർലീന വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുഷമ സ്വരാജും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഷീല ദീക്ഷിത്തുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു നാഷണൽ പാർട്ടിയാണ്. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നാഷണൽ അംഗീകാരം നൽകുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിൽ മൊത്തം 6 നാഷണൽ പാർട്ടികളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഒന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹി ഭരിക്കുന്ന, പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ഈ ആം ആദ്മി പാർട്ടിയുടെ എംബ്ലം എന്ന് പറയുന്നത് ബ്രൂമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ചൂലാണ് ആം ആദ്മി പാർട്ടിയുടെ എംബ്ലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 6 നാഷണൽ പാർട്ടികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി BSP ആണ്. BSPയുടെ ചിഹ്നം എന്ന് പറയുന്നത് എലിഫൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊരു നാഷണൽ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എംബ്ലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ഫ്ലവറായ ലോട്ടസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊന്ന് നമ്മളുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി വരുന്നത് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് ഹാൻഡ് ആണ്. മറ്റൊരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. CPMൻ്റെ എംബ്ലം എന്ന് പറയുന്നത് അരുവാൾ ചുറ്റിക നക്ഷത്രമാണ്. സിക്കിൾ, ഹാമർ, സ്റ്റാർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി നോർത്ത് ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയുടെ നാഷണൽ പാർട്ടിയും കൂടിയാണ്. ഇതിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് ബുക്കാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയറും കൂടിയുള്ള ഒരു മിക്സാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. ഈ വത്തിക്കാൻ സിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ചെറിയ രാജ്യം ലോകത്ത് വരാൻ പോകുകയാണ്. ഈ ചെറിയ രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ബെക്താക്ഷി എന്ന് പറയുന്നതാണ്. സോവിയറ്റ് സ്റ്റേറ്റ് ഓഫ് ബെക്താക്ഷി ഓർഡർ. ഇതാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള പേര് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 27 ഏക്കർ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഈ രാജ്യം അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാനയുടെ കിഴക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് അൽബേനിയയുടെ പ്രധാനമന്ത്രിയായ AD രാമ യുണൈറ്റഡ് നേഷൻസിൻ്റെ പൊതുസഭയിൽ ആണ് ഇതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അൽബേനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടിറാനയാണ്. അൽബേനിയയുടെ കറൻസി എന്ന് പറയുന്നത് ലേക്കാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, വത്തിക്കാൻ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തിയോക്രാറ്റിക് കൺട്രിയാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സെഷൻസിലൊക്കെ തിയോക്രസി എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ക്രസി എന്ന് പറയുന്ന റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഈ ക്രസി എന്ന് പറയുന്നത്. നമ്മൾ ഡെമോക്രസി എന്നുള്ളതിൽ ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാണ്. ഡെമോ എന്ന് പറഞ്ഞാൽ പീപ്പിളാണ്. സോ ഡെമോക്രസി എന്ന് പറയുന്നത് പീപ്പിൾ ഭരിക്കുന്ന സ്ഥലമാണ്. അതായത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇനി തീ എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ തീസ്റ്റ് എന്ന് പറയുന്ന വേർഡൊക്കെ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അനണിമാണ് എത്തീസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിരീശ്വരവാദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്തീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തിയോക്രസി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ ഭരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ തിയോക്രാറ്റിക് കൺട്രീസ് എന്ന് വിളിക്കുന്നത്.
സോ വാറ്റിക്കൻ സിറ്റി എന്ന് പറയുന്ന ഒരു തിയോക്രാറ്റിക് കൺട്രിയാണ്. അതായത് റോമൻ കത്തോലിക്കരുടെ ഹെഡായ പോപ്പ് ഭരിക്കുന്ന സ്ഥലമാണ് വാറ്റിക്കൻ സിറ്റി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ സിനിമയിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയറാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സിനിമയിലെ ഏറ്റവും ഇൻ്റർനാഷണലി മികച്ച അവാർഡായ ഓസ്കാർ പുരസ്കാരം 2025 ഓസ്കാർ അവാർഡിന് ഇന്ത്യ ഒഫീഷ്യൽ എൻട്രി ആയി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ലാപ്ത ലേഡീസ് എന്ന് പറയുന്ന ചിത്രമാണ്. ഒരുപാട് പ്രേക്ഷക പ്രശംസ കിട്ടിയ ചിത്രമാണ് ഈ ലാപ്ത ലേഡീസ് എന്ന് പറയുന്നത്. ലാപ്ത ലേഡീസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കിരൺ റാവു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന കമ്മിറ്റിയെക്കുറിച്ചാണ്. നമുക്കറിയാം 2023 ഇന്ത്യയുടെ എക്സ് പ്രസിഡൻ്റായ രാംനാഥ് കോവിന്ദ് ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും ഇന്ത്യയുടെ ക്യാബിനറ്റിലേക്കുമുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള ഒറ്റ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവരാൻ ഇന്ത്യ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ സജഷൻ നൽകിയിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അടങ്ങുന്ന, അതായത് ഇന്ത്യയുടെ ക്യാബിനറ്റിൻ്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഈ ക്യാബിനറ്റ് അംഗീകരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2023 രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എല്ലാം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു വൺ നേഷൻ വൺ എലക്ഷൻ കമ്മിറ്റിയുടെ ഹെഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്നുള്ളത്. ആ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്സ് പ്രസിഡൻ്റായ രാംനാഥ് കോവിന്ദാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. പരം രുദ്ര, ഇന്ത്യയുടെ 3 സൂപ്പർ കമ്പ്യൂട്ടറുകൾ, ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച 3 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത എന്നാണ്. അതായത് ഇന്ത്യയുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യ 3 പുതിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്ന് പറയുന്നത് പരം രുദ്രയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ മെട്രോ സിറ്റികളായ കൊൽക്കത്തയിലും ഡൽഹിയിലും പൂനെയിലുമാണ് ഈ 3 സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇൻഡിജിനസ് പ്രോജക്റ്റ് ആണ് എന്നുള്ളത്. 130 കോടി രൂപ ചെലവിലാണ് ഇന്ത്യ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടറിംഗ് മിഷൻ സ്റ്റാർട്ട് ചെയ്തത്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ. ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ്റെ നേതൃത്വത്തിലാണ് ഈ 3 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ ശ്രീലങ്കയുടെ പ്രസിഡൻ്റായിട്ട് അനുരേ ദിസനായകയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രീലങ്കയുടെ ആദ്യത്തെ മാർക്സിസ്റ്റ് പ്രസിഡൻ്റാണ് അനുരേ ദിസനായകെ. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ശ്രീലങ്കയ്ക്ക് പുതിയൊരു പ്രധാനമന്ത്രിയും കൂടി അവർ തിരഞ്ഞെടുത്തു. ഹിരണി അമരസൂര്യ എന്ന് പറയുന്നതാണ് ശ്രീലങ്കയുടെ 16ാമത്തെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഷി ബിലോങ്സ് ടു നാഷണൽ പീപ്പിൾസ് പവർ. നാഷണൽ പീപ്പിൾസ് പവർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് നമ്മളുടെ ഹിരണി അമരസൂര്യ വരുന്നത്. നമുക്കറിയാം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന് 2 ക്യാപിറ്റലുകളാണ് ഉള്ളത്. ഒന്ന് കൊളംബോയും ഒന്ന് ജയവർദ്ധന കോട്ടയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ശ്രീലങ്കയുടെ കറൻസി എന്ന് പറയുന്നത് ശ്രീലങ്ക റുപ്പിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് വിഭാഗത്തിൽ നിന്ന് ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇപ്പോൾ ചെസ് ഒളിമ്പ്യാഡ് നടക്കുകയായിരുന്നു. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി എന്ന് പറയുന്നത് ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിൽ വെച്ചായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിൽ ആദ്യ സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മളുടെ രാജ്യമായ ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 19 പോയിൻറ്റുമായിട്ടാണ് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയത്. 17 പോയിൻ്റായിട്ട് ചൈനയാണ് 2ാം സ്ഥാനത്ത്. 16 പോയിൻ്റായിട്ട് സ്ലോവാനിയാണ് 3ാം സ്ഥാനം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ പറഞ്ഞു ഇത്തവണത്തെ ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡായിരുന്നു ബുഡാപെസ്റ്റിൽ വെച്ച് നടന്നത്. അപ്പോൾ ഇനി നമ്മൾ എക്സാമിനേഷന് പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ടടുത്ത വർഷം നടക്കുന്ന ഒളിമ്പ്യാഡ് എവിടെയാണ് എന്നുള്ള കാര്യം കൂടി നോക്കണം. അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഈവൻറ്റ്സ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തവണ നടന്നത് 45, അടുത്ത തവണ നടക്കാൻ പോകുന്നത് 46ാമത്തെ ചെസ് ഒളിമ്പ്യാഡാണ്. ഇത് നടക്കാൻ പോകുന്നത് നമ്മളുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ വെച്ചാണ്. 2026 ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ വെച്ച് അടുത്ത ഒളിമ്പ്യാഡ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫെയർ എന്ന് പറയുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ എക്സാമുകൾക്ക് സ്റ്റാറ്റിക് GK വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു എയർപോർട്ടിൻ്റെ പേര് തന്നിട്ട് അത് ഇന്ത്യയിൽ എവിടെയാണ് ഈ എയർപോർട്ട് എന്ന് സ്റ്റാറ്റിക് GK വിഭാഗത്തിൽ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചാണ്. കാരണം മഹാരാഷ്ട്ര പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുതിയ ഒരു പേര് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് ജഗദ്ഗുരു സന്ത് തൂക്കാറാം മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് ജഗദ്ഗുരു സന്ത് തൂക്കാറാം മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നതും മുംബൈ തന്നെയാണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഏകനാഥ് ഷിൻഡെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ അടുത്ത എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മളുടെ എക്സാമുകൾക്ക് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡേറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമായിരിക്കും. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ. സാധാരണഗതിയിൽ എക്സാമിനേഷൻസ് കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് ഒരു ദിവസത്തിലെ പ്രധാനപ്പെട്ട തീം എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ ആ ഡേയുടെ പ്രത്യേകത പോലെ തന്നെ അതിൻ്റെ തീം കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉദയനിധി സ്റ്റാലിൻ ദ്രാവിഡ മുന്നേറ്റ ഘടകം DMKയുടെ നേതാവാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം തമിഴ്നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ ഘടകമായ DMK ആണ്. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനാണ്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈയും തമിഴ്നാടിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് RN രവിയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മളുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമുവിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ CAG എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അദ്ദേഹത്തിനെ ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 മുതൽ 27 വരെയാണ് ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായിട്ട് ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായ ഗിരീഷ് ചന്ദ്ര മുർമുവിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തത്, ഏത് ഭരണഘടനയിൽ നിന്നാണ് CAG എന്ന് പറയുന്ന പോസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത ഒന്നാണ് ഈ CAG എന്ന് പറയുന്ന പോസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ASOSAI അതായത് ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 16ാമത്തെ സമ്മേളനത്തിലാണ് ഈ ഇദ്ദേഹത്തിനെ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിലിമിൽ നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 2022 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 54ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ മിഥുൻ ചക്രവർത്തിക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ മോണിറ്ററി വാല്യൂ, അതായത് എത്ര പൈസ കിട്ടും എന്ന് എക്സാമിനേഷന് ചോദിക്കും. ഈ പ്രൈസിൻ്റെ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് 15 ലക്ഷമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിന് മുൻപ് 10 ലക്ഷമായിരുന്നു. ഇപ്പോഴാണ് 15 ലക്ഷത്തിലേക്ക് അത് ഉയർത്തിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മിഥുൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് 2024 ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡുകളിലെ 3ാമത്തെ അവാർഡായ
പത്മഭൂഷൺ നൽകി നമ്മൾ രാജ്യം അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരത് രത്നയാണ്. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് പത്മവിഭൂഷണും, തേർഡ് ഹയസ്റ്റ് പത്മഭൂഷണും, ഫോർത്ത് ഹയസ്റ്റ് പത്മശ്രീയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് മാർക്ക് റൂട്ടേനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസിന് റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് നാറ്റോയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളത്. നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിനാണ്. നാറ്റോ ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1949 എത്ര അംഗരാജ്യങ്ങളാണ് നാറ്റോയ്ക്ക് ഉള്ളത് എന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമിനേഷന് ചോദിച്ചിരുന്നു. 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയ്ക്കുള്ളത്. 32 അംഗരാജ്യങ്ങൾ. 32ാമത്തെ അംഗരാജ്യം എന്ന് പറയുന്നത് സ്വീഡൻ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 31ാമത്തെ അംഗരാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ് ഉച്ചകോടിയെക്കുറിച്ചാണ്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗിനെയാണ് നമ്മൾ ക്വാഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ക്വാഡ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അമേരിക്ക വിസിറ്റ് ചെയ്തത് ഈ ക്വാഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഈ ക്വാഡ് എന്ന് പറയുന്നത് 2007 സ്ഥാപിച്ച ഒരു സംഘടനയാണ്. ഈ 2007 ക്വാഡ് എന്ന് പറയുന്നത്. അന്നത്തെ ജപ്പാൻ പ്രൈം മിനിസ്റ്ററായ ഷിൻസോ ആബെ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ക്വാഡിൽ ഉള്ളത്. ഒന്ന് നമ്മളുടെ രാജ്യമായ ഇന്ത്യയും, ഒന്ന് ജപ്പാനും, ഒന്ന് ഓസ്ട്രേലിയയും, ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്വാഡിൽ പങ്കെടുത്ത ഇപ്പോഴത്തെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ക്വാഡിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ 4 രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററായ ആൻ്റണി അൽബീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായ ജോ ബൈഡൻ, ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായ ഫൂമിയോ കിഷിദ എന്നിവരാണ് ഇത്തവണത്തെ ക്വാഡിൽ പങ്കെടുത്തിരിക്കുന്നത്. അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് നമ്മളുടെ രാജ്യത്താണ്, ഇന്ത്യയിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അരുന്ധതി റോയ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഇന്ത്യയുടെ ബുക്കർ പ്രൈസ് വിന്നർ കൂടിയാണ് നമ്മളുടെ അരുന്ധതി റോയ്. ഒരു മലയാളിയാണ് അരുന്ധതി റോയ്. ഇന്ത്യക്ക് വേണ്ടി അരുന്ധതി റോയ് ബുക്കർ പ്രൈസ് സമ്മാനം ലഭിച്ച പുസ്തകം ഏതാണ് എന്നുള്ള കാര്യം കൂടി ചോദിക്കും. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട ഫോഴ്സുകളിലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മേധാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഫോഴ്സുകളുടെ ഹെഡ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഫോഴ്സുകളുടെ ഹെഡുകളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ അപ്പോയിൻമെൻ്റ് ആയ ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവിയാണ്. ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവിയുടെ പേര് എന്ന് പറയുന്നത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ നേവി ഹെഡ് എന്ന് പറയുന്നത് ദിനേശ് കെ ത്രിപാഠിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യൻ ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വിവേദിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ 3 സേനകൾ, അതായത് ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവിയുടെ സുപ്രീം ചീഫ് കമാൻഡർ ആരാണ് എന്നുള്ളത്. ഇന്ത്യയുടെ 3 സേനകളുടെയും സുപ്രീം ചീഫ് കമാൻഡർ, സർവ്വസൈന്യാധിപ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡേയ്സ് ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് ഇന്ത്യൻ ആർമി ഡേ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ നേവി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 4, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 8 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചീഫ് ജസ്റ്റിസുമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. നമ്മളുടെ ദക്ഷിണ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളായ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചീഫ് ജസ്റ്റിസുകളെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്.
നമ്മളുടെ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് നിതിൻ ജംതാറിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കേരള ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. നമ്മളുടെ തമിഴ്നാടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പാലക്കാട് സ്വദേശിയായ ജസ്റ്റിസ് KR ശ്രീറാമിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ തമിഴ്നാട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, തമിഴ്നാടിൻ്റെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മദ്രാസ് ഹൈക്കോർട്ടാണ്. സോ മദ്രാസ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ജസ്റ്റിസ് KR ശ്രീറാമിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. എന്നാൽ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഹൈക്കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ ഇംപീച്ച്മെൻറ്റ് ഓഫ് ജഡ്ജസ്, അതായത് റിമൂവൽ ഓഫ് ജഡ്ജ് എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാട്ടുണ്ട്. അതായത് റിമൂവൽ ഓഫ് ജഡ്ജ് അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് ഓഫ് ജഡ്ജ് ഇസ് ടേക്കൺ ഫ്രം വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് നമ്മൾ ഈ പ്രൊവിഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യയിലെ ഒരു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 62 വയസ്സാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശാസ്ത്ര സീമ ബെൽ SSBയെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി സംരക്ഷണ സേനയുടെ പേരാണ് ഈ ശാസ്ത്ര സീമ ബെൽ എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ GD ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന എക്സാമിനേഷൻ 50,000 വേക്കൻസിയോടുകൂടി എല്ലാ വർഷവും വരാറുള്ളതാണ്. ഇത്തവണയും ആ വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ടൈമാണ്. നമ്മളുടെ SSBയിലേക്ക്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക്, CISFലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ GD പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ശാസ്ത്ര സീമ ബെല്ലിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് അമൃത് മോഹൻ പ്രസാദിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി സംരക്ഷണ സേനയ്ക്ക് നമ്മൾ നൽകുന്ന പേരാണ് ശാസ്ത്ര സീമ ബെൽ എന്ന് പറയുന്നത്. നമ്മൾ അബ്രീവേഷൻ ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അതായത് SSBയുടെ ഫുൾ ഫോം എന്താണ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ശാസ്ത്ര സീമ ബെല്ലിൻ്റെ ഫുൾ ഫോമാണ് SSB എന്ന് പറയുന്നത്. സോ അതിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അമൃത് മോഹൻ പ്രസാദിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഗുജറാത്തിലെ നർമ്മദ നദിയിൽ അവിടെ ഒരു അണക്കെട്ട് നിർബന്ധിച്ചിട്ടുണ്ട്, സർദാർ സരോവർ അണക്കെട്ട്. എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. സർദാർ സരോവർ അണക്കെട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്, ഏത് നദിയുടെ തീരത്താണ് എന്നൊക്കെ ചോദിക്കാറുള്ളതാണ്. ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്താണ് ഈ സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത് കാരണം അവിടുത്തെ ഒരുപാട് ഗ്രാമങ്ങൾ മുങ്ങുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് മേധാ പട്കർ ഒരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റിയാണ് മേധാ പട്കർ. സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. നമ്മളുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചോദിക്കും. 1989 മേധാ പട്കർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതോടുകൂടി എഡുകാരൻ്റെ കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.